ഒരുപാട് പേരുടെ പ്രശ്നമാണ് പല്ലിൽ കറ വരുന്നുണ്ട്, മഞ്ഞ നിറമാവുന്നുണ്ട്, അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റെയിൻസ് വരുന്നുണ്ട്. ഇതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ഒരുപാട് പേഷ്യൻസ് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ഡൗട്ടാണ്. അപ്പൊ അതിനെ പറ്റിയിട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ നമ്മുടെ വൈറ്റ് ഡ്രസ്സിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കുന്ന എന്ത് ഭക്ഷണ പദാർത്ഥങ്ങൾക്കും നമ്മുടെ പല്ലിലും സ്റ്റെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കഴിയും. ഈ കറ പിടിക്കാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിച്ചിരിക്കേണ്ടത്, ഇൻ കേസ് നിങ്ങൾക്ക് കറ ഉണ്ടെങ്കിൽ അത് പോകാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. രണ്ട് ടൈപ്പ് ഓഫ് സ്റ്റെയിനിങ് ആണ് നമ്മുടെ പല്ലിൽ ഉണ്ടാകുന്നത്. ഒന്ന് എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ് അല്ലെങ്കിൽ ഇൻട്രിൻസിക് സ്റ്റെയിൻസ്. എക്സ്ട്രിൻസിക് സ്റ്റെയിൻസ് എന്ന് പറയുന്നത് ബാഹ്യമായ കാരണങ്ങൾ കാരണം പല്ലിലും ഉണ്ടാകുന്ന കറകളാണ്. പ്രത്യേകിച്ച് ഭക്ഷണം, നമ്മുടെ ഡയറ്റ്, കഴിക്കുന്ന ഗുളികകൾ, ഇതൊക്കെ കാരണം പല്ലിൽ സ്റ്റെയിനിങ് ഉണ്ടാകുന്ന രീതിയാണ് ആദ്യമായിട്ട് പറഞ്ഞ എക്സ്ട്രിൻസിക് ആയിട്ടുള്ള രീതി. ഇനി ഇൻട്രിൻസിക് ആയിട്ടുള്ള രീതി പല്ലിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഇനാമൽ ഡിഫക്റ്റ് കാരണം അല്ലെങ്കിൽ ഡെന്റൽ ഫ്ലൂറോസിസ് കാരണം ഒക്കെ പല്ലിൽ സ്വാഭാവികമായിട്ട് പല്ലിന്റെ ഉള്ളിൽ നിന്ന് തന്നെയുള്ള നിറവ്യത്യാസം. ഇത് നമുക്ക് ക്ലീനിങ്ങിലൂടെ ഒന്നും റിമൂവ് ചെയ്യാൻ സാധിക്കില്ല. അത് പല്ലിന്റെ സ്വാഭാവിക നിറം തന്നെ അങ്ങനെയാണ്. അങ്ങനെയുള്ള കേസിൽ നമ്മൾ ചെയ്യുന്നത് സ്മൈൽ മേക്ക് ഓവർ ചെയ്തിട്ട് കറക്റ്റ് ചെയ്യുകയാണ്. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ടീത്ത് വൈറ്റനിങ് ചില കേസുകളിൽ ചെയ്യാറുണ്ട്. ഇതിനെ രണ്ടിനെ പറ്റിയിട്ടും ഞാനൊരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയിട്ട് വീഡിയോ കാണാം. അതിന്റെ ലിങ്ക് ഞാനിന്റെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. നമ്മൾ ഈ കാണുന്ന പോലെ അത്ര സ്മൂത്ത് ആയിട്ടുള്ള ഒരു സർഫസ് അല്ല ഇനാമലിനുള്ളത്. പൊതുവെ ഇനാമലിന്റെ സ്ട്രക്ചർ ഇങ്ങനെ ആണെങ്കിലും ചില ആൾക്കാരിൽ കൂടുതലായിട്ട് സ്റ്റെയിനിങ് കാണാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത്? അത് ഒന്ന് അവരുടെ ഫുഡിന്റെ ഹാബിറ്റ്, ഒരുപാട് സ്റ്റെയിനിങ് ഉള്ള ഫുഡുകൾ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഇനാമല് മറ്റുള്ളവരെ അപേക്ഷിച്ച് കുറച്ചുകൂടി പോറസ് ആണെങ്കിലും ഇങ്ങനെയുള്ള ആൾക്കാരിൽ സ്റ്റെയിനിങ് കൂടുതലായിട്ട് കാണാറുണ്ട്. ചില ആൾക്കാരിലായിട്ട് ഇനാമൽ കുറച്ചുകൂടി പോറസ് ആയിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരിൽ മറ്റുള്ളവരെ അപേക്ഷിച്ച് പെട്ടെന്ന് മഞ്ഞക്കറ വരാനും അല്ലെങ്കിൽ ബ്ലാക്ക് സ്റ്റെയിൻസ് വരാനൊക്കെ സാധ്യത കൂടുതലാണ്. പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട് അൺഹെൽത്തി ഫുഡുകൾ മാത്രമാണ് പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കുന്നതെന്ന്. ഒരിക്കലുമല്ല, ഹെൽത്തി ഫുഡുകളും പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കുന്ന ഹെൽത്തി ആയിട്ടും അൺഹെൽത്തി ആയിട്ടും നമ്മൾ കഴിക്കുന്ന ഫുഡുകളെ പറ്റിയിട്ടാണ്. ഇതിൽ നമ്പർ 1 ആയിട്ട് ഞാൻ പറയുന്നത് ചായ, അതുപോലെ കോഫി. ഇത് രണ്ടും നമുക്ക് നല്ല രീതിയിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കാറുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ചായയും കോഫിയും ജനറൽ ആയിട്ട് പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കും എന്നുള്ളത്. മൂന്നാമതായിട്ട് വൈൻസ് അല്ലെങ്കിൽ ആൽക്കഹോൾ കഴിക്കുന്ന ആൾക്കാരിൽ നമുക്ക് കൂടുതലായിട്ട് പല്ലിൽ സ്റ്റെയിനിങ് കാണാറുണ്ട്. ബ്രിട്ടീഷ് ജേർണൽ ഓഫ് ന്യൂട്രീഷനിൽ പറയുന്നത് സ്ഥിരമായിട്ട് വൈൻ കുടിക്കുന്നവരിൽ തിക്ക് ലെയർ ഓഫ് സ്റ്റെയിൻസ് ഫോം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ്. ടീ, കോഫി, വൈൻ ഇതെല്ലാം തന്നെ കുറച്ച് അസിഡിക് ആയിട്ടുള്ള ഫുഡുകളാണ്. ഈ അസിഡിക് ഫുഡുകൾ പൊതുവെ പല്ലിൽ സ്റ്റെയിൻ ഉണ്ടാക്കാനും ഇനാമലിനെ ഡാമേജ് ഉണ്ടാക്കാനൊക്കെ കാരണമാവാറുണ്ട്. ഇത് ഇനാമലിനെ കൂടുതൽ പോറസ് ആക്കുകയും കൂടുതൽ സ്റ്റെയിൻ പിടിക്കാൻ കാരണമാവുകയും ചെയ്യാറുണ്ട്. നമ്പർ 4, ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റിൽ ഹൈ എമൗണ്ട് ടാനിൻസ് അടങ്ങിയിട്ടുണ്ട്. ഈ ടാനിൻസ് നല്ല രീതിയിൽ പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാകാറുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് ക്യാവിറ്റിയെ പ്രിവെന്റ് ചെയ്യുന്നു, പല്ലിന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്നും പല സ്റ്റഡികളും പറയുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഈ ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കുന്നത് സ്റ്റെയിനിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും കാരണമാകുന്നുണ്ട്. നമ്പർ 5, ചെറി, ബെറീസ്, അതുപോലെ പോമഗ്രാനൈറ്റ്, അതായത് മാതളം പോലെയുള്ള ഫ്രൂട്ട്സുകൾ, കളറുള്ള ഫ്രൂട്ട്സുകൾ കഴിക്കുന്നത്, അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസുകൾ കഴിക്കുന്നതും പല്ലിൽ സ്റ്റെയിനിങ് ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഹെൽത്തി ഫുഡ്സും പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കാറുണ്ട് എന്നുള്ളത്. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ലാസ്റ്റ് പറയുന്നതായിരിക്കും. നമ്പർ 6, ടൊമാറ്റോ സോസ്, അതുപോലെ തന്നെ ചില്ലി സോസ്, സ്റ്റെയിനിങ് ഉണ്ടാക്കുന്ന സോസുകൾ. പ്രത്യേകിച്ച് ചൈനീസ് ഫുഡുകളിലെല്ലാം തന്നെ നമ്മൾ സോസുകൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഫുഡുകൾ നമുക്ക് പല്ലിൽ സ്റ്റെയിനിങ് ഉണ്ടാക്കാൻ വേണ്ടി കാരണമാകാറുണ്ട്. ഇപ്പൊ ടീത്ത് വൈറ്റനിങ് ചെയ്തവരൊക്കെ ആണെങ്കിൽ അറിയാം, പ്രത്യേകിച്ച് ഡോക്ടർ പറയും 1 വീക്ക് ചൈനീസ് ഫുഡുകളോ ഇതുപോലെ സ്റ്റെയിനിങ് ഉള്ള ഫുഡുകളൊന്നും കഴിക്കരുതെന്ന് പ്രത്യേകിച്ച് ഡോക്ടർ പറയാറുണ്ട്. പിസ്സ, ബർഗർ ഇതിലൊക്കെ നമ്മൾ സോസ് ചേർക്കാറുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫുഡുകളൊക്കെ സ്വാഭാവികമായിട്ടും പല്ലിലും സ്റ്റെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കാരണമാവാറുണ്ട്. നമ്പർ 7, സ്പൈസസ്. പല വീഡിയോയിലും പല്ല് വെളുപ്പിക്കാൻ വേണ്ടി മഞ്ഞളൊക്കെ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതുപോലൊരു മണ്ടത്തരം വേറെയില്ല. പല്ലിൽ കറ ഉണ്ടാക്കുന്നതിൽ ഈ സ്പൈസസിന് വലിയൊരു പങ്കുണ്ട്. പ്രത്യേകിച്ച് മഞ്ഞള്, ചില്ലീസ് ഇതൊക്കെ പല്ലിൽ സ്റ്റെയിൻസ് ഉണ്ടാക്കാൻ വേണ്ടി കാരണമാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ സ്പൈസസ് ഉപയോഗിച്ച് പല്ല് വെളുക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊന്നും ആരും വീട്ടിൽ ട്രൈ ചെയ്യരുത്. നിങ്ങൾക്ക് വെളുത്ത പല്ലുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നമ്പർ 8, സോഡാസ്. പെപ്സി, കൊക്കോകോള, കൂൾ ഡ്രിങ്ക്സ്, ആ ഒരു കാറ്റഗറിയിലുള്ള എല്ലാ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും നമുക്ക് പല്ലിൽ സ്റ്റെയിനിങ് ഉണ്ടാക്കുന്നുണ്ട്. അത് മാത്രമല്ല പല്ലിന്റെ ഇനാമലിനെ ദ്രവിപ്പിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അസിഡിക് ആയിട്ടുള്ള ഈ കൊക്കോകോള, പെപ്സി ഇതൊക്കെ അവോയ്ഡ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ മാത്രമല്ല ഇതിലൊക്കെ ഹൈ എമൗണ്ട് ഷുഗറും അടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ ഫുഡുകൾ മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതേ കാറ്റഗറിയിൽ തന്നെയാണ് സ്പോർട്സ് ഡ്രിങ്കുകളും വരുന്നത്. പലരും സ്പോർട്സ് ഡ്രിങ്ക് അല്ലാതെ ഹെൽത്തി ആണെന്ന്
വിചാരിക്കാറുണ്ട്. പക്ഷെ ഇത് പല്ലിന് അത്ര നല്ലതല്ല. പല സ്പോർട്സ് ഡ്രിങ്കുകളിലുള്ള ഡൈ നമ്മുടെ പല്ലിനെ കൂടുതൽ സ്റ്റെയിനിങ് ആക്കാനൊക്കെ കാരണമാവാറുണ്ട്. അപ്പൊ അതുകൊണ്ട് സ്പോർട്സ് ഡ്രിങ്കുകളും ഈ കൊക്കക്കോള, സ്പ്രൈറ്റ്, അതുപോലെ തന്നെ ഈ പെപ്സി ഒക്കെ പോലെ തന്നെ പല്ലിന് വളരെയധികം ഹാംഫുൾ ആണ്. നമ്പർ 9, വിനേഗർ. അച്ചാറ് പോലുള്ള ഭക്ഷണങ്ങളുണ്ടല്ലോ, അതിനകത്ത് ധാരാളം നമ്മൾ വിനേഗർ ഒഴിക്കാറുണ്ട്. അതുപോലുള്ള ഭക്ഷണങ്ങൾ, അതുപോലെ ഉപ്പിലിട്ട ഭക്ഷണങ്ങൾ, ഇതിലൊക്കെ ധാരാളം വിനാഗിരി ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇത് പല്ലിലെ ഇനാമലിനെ ദ്രവിപ്പിച്ച് കളയാനും അതുപോലെ പല്ലിലെ pH, വായിലുള്ള pH കൂട്ടാനും ബാക്ടീരിയക്ക് പെട്ടെന്ന് പല്ലിൽ കേടാക്കാനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് വിനാഗിരിയൊക്കെ അടങ്ങിയ ഭക്ഷണങ്ങൾ ഒരു മിതമായ നിരക്കിൽ മാത്രം കഴിക്കുക. കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഉടനെ തന്നെ വാ കഴുകാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഉപ്പിലിട്ടത്, അച്ചാറ് പോലുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുന്നവർ ഇത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് നമുക്ക് പല്ലിന്റെ ആരോഗ്യത്തിന് മാത്രമല്ല, നമുക്ക് വയറ്റിൽ ഗ്യാസ്ട്രൈറ്റിസ് ഒക്കെ വരാനും കാരണമാവാറുണ്ട്. അപ്പോൾ വിനാഗിരി അടങ്ങിയ ഭക്ഷണങ്ങൾ മാക്സിമം കുറയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ നമ്മുടെ ചൈനീസ് ഫുഡ്സിലൊക്കെ വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് സോയ് സോസുകളൊക്കെ. ഈ സോസുകളും പല്ലിൽ വളരെയധികം സ്റ്റെയിനിങ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത് പല്ലിൽ സ്റ്റെയിൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഇതിൽ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന ഫുഡുകളും ഉണ്ട്. ലൈക്ക് കൊക്കക്കോള, പെപ്സി, ഇതൊക്കെ നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. തീരെ അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഫുഡുകളുണ്ട്. ലൈക്ക് ഫ്രൂട്ട്സ്, കളറുള്ള ഫ്രൂട്ട്സുകൾ, വെജിറ്റബിൾസ് ഒക്കെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമാണ്. അപ്പൊ അതുകൊണ്ട് അത് നമുക്ക് ജനറൽ ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ ഫുഡുകൾ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് നമുക്ക് നോക്കാം. പല്ലിലധികം സ്റ്റെയിൻ പിടിക്കാതിരിക്കാൻ വേണ്ടി ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടീ, കോഫി പോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ അപ്പൊ തന്നെ വാ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം അപ്പൊ തന്നെ കുടിക്കുക. ഇത് പല്ലിൽ കൂടുതലായിട്ട് സ്റ്റെയിനിങ് ഉണ്ടാക്കാതിരിക്കാനും പല്ലിന്റെ ഇനാമൽ ദ്രവിച്ചു പോകാതിരിക്കാനും സഹായിക്കും. ഡാർക്ക് ചോക്ലേറ്റ്സ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് ഒക്കെ കഴിക്കുമ്പോൾ വാ അപ്പൊ തന്നെ കഴുകാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ ഉടനെ ബ്രഷ് ചെയ്യാതെ ഒരു 60 മിനിറ്റ്സ്, ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ബ്രഷ് ചെയ്ത് കളയാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നത് പല്ലിന് പോട് വരാതിരിക്കാൻ വേണ്ടി സഹായിക്കും. ഉടനെ തന്നെ ബ്രഷ് ചെയ്യുന്നത് പല്ലിൽ തേയ്മാനം കൂട്ടാനും ഇനാമലിന്റെ കട്ടി കുറയ്ക്കാനും ഒക്കെ കാരണവും. അപ്പൊ അതുകൊണ്ട് മധുരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ബ്രഷ് ചെയ്യേണ്ട കാര്യമില്ല. വാ നല്ല രീതിയിൽ കഴുകിയാൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം ഒരു 1 അവർ കഴിഞ്ഞിട്ട് നമുക്ക് ബ്രഷ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ ബ്രഷ് ചെയ്ത് കളയാവുന്നതാണ്. അതുപോലെ പെപ്സി, കൊക്കക്കോള, ഇതൊക്കെ വൺസ് ഇൻ എ വൈൽ യൂസ് ചെയ്യുക. എപ്പോഴും ഡെയിലി ഒരു ഡയറ്റിൽ ഉൾപ്പെടുത്താതെ, ഈവൻ സ്പോർട്സ് ഡ്രിങ്ക് ആണെങ്കിലും ഡെയിലി അതൊരു ഹാബിറ്റ് ആക്കാതെ വല്ലപ്പോഴും ഒക്കെ യൂസ് ചെയ്യുക. ഈ യൂസ് ചെയ്യുന്ന സമയത്ത് തന്നെ സ്ട്രോ ഉപയോഗിച്ച് കുടിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ട്രോ ഉപയോഗിച്ച് കുടിക്കുമ്പോൾ നമ്മൾ ഡയറക്റ്റ് വായിൽ ഒഴിച്ച് കുടിക്കുന്ന അത്രയും പല്ലുമായിട്ട് കോണ്ടാക്ട് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് പല്ലുമായിട്ടുള്ള കോണ്ടാക്ട് ആയിട്ടുള്ള ടൈം കുറയ്ക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് കുടിക്കുന്ന സമയത്ത് പല്ലുമായിട്ടുള്ള കോണ്ടാക്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അങ്ങനെ കുടിക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പല്ലുമായിട്ട് കോണ്ടാക്ട് ഇല്ലാതിരിക്കും, പല്ല് കൂടുതൽ ദ്രവിച്ചു പോകാതിരിക്കാനും ഇത് സഹായിക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പെപ്സി കുടിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ വെള്ളം കുടിക്കുന്നത് കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. പല്ല് സ്റ്റെയിനിങ് ഉണ്ടാക്കുന്ന ഫ്രൂട്ട്സുകളുണ്ട്, ചെറീസ്, അനാറൊക്കെ പോലുള്ള ഫ്രൂട്ട്സുകളൊക്കെ ജ്യൂസ് ആയിട്ടും അല്ലെങ്കിൽ നോർമലായിട്ടും നമ്മൾ കഴിക്കുവാണെങ്കിൽ നന്നായിട്ട് കഴുകാനും വെള്ളം കുടിക്കാനും ശ്രദ്ധിക്കുക. പിന്നെ എല്ലാ 6 മാസം കൂടുമ്പോഴും ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് നിങ്ങളുടെ വായിൽ ഒരു ക്ലീനിങ് ചെയ്യുക. ഇനി ഓവറായിട്ട് നിങ്ങൾക്ക് സ്റ്റെയിനിങ് ഉണ്ട്, ടീത്ത് വൈറ്റനിങ് വേണം എന്നുണ്ടെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള ടീത്ത് വൈറ്റനിങ് പ്രൊസീജിയറിൽ തന്നെ പോകുക. ദിവസവും 2 നേരം ബ്രഷ് ചെയ്യുന്നത് പല്ലിൽ സ്റ്റെയിനിങ് ഉണ്ടാക്കാതിരിക്കാൻ വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഡെയിലി വൺസ് എങ്കിലും പല്ല് ഫ്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് പല്ലിന്റെ ഇടവശങ്ങൾ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. എല്ലാ 6 മാസം കൂടുമ്പോഴും ഡെന്റിസ്റ്റിനെ കണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. എല്ലാ 6 മാസം കൂടുമ്പോഴും ഡെന്റിസ്റ്റിനെ കണ്ട് ഒരു ക്ലീനിങ് ചെയ്യുന്നത് പല്ലിൽ സ്റ്റെയിനിങ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും. മഞ്ഞ പല്ലുകളാണെന്ന് ഓർത്ത് വിഷമിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക. അതുപോലെ യൂട്യൂബിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു.